വിവരാവകാശ കമ്മീഷൻ ഇത് കൊടുക്കരുതെന്ന് പറഞ്ഞല്ലോ. നിങ്ങളുടെ ചാനലിരിക്കുന്ന ചില ചാനൽ, എല്ലാ ചാനലും ഒന്നുമില്ല, മാന്യമായി പറയുന്നവരുണ്ട്, അല്ലാതെ ചില ചാനലുകാരുണ്ട്. അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ, ഇതൊക്കെ കൊടുക്കാം. ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള വിവരാവകാശ കമ്മീഷന് നിയമപരമായ ആ വിവരാവകാശ കമ്മീഷന്റെ അധികാരത്തെ എങ്ങനെ ഒരു ഗവൺമെന്റ് ചോദ്യം ചെയ്യും? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തരുമ്പോൾ തന്നെ ഹേമയുടെ കത്ത് നമുക്ക് തരുന്നു. ആ കത്താണിത്. ആ കത്ത് ഇവിടെ തരികയാണ്. ആ കത്ത് വന്നിട്ട് ആ കത്തിനകത്ത് വളരെ വ്യക്തമായി പറയുകയാണ്, സുപ്രീം കോടതിയുടെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് വേണം ചെയ്യാൻ. എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താ? നിങ്ങൾ വ്യക്തിയെ മോശപ്പെടുത്തുന്ന ഏതെങ്കിലും ഒരു കാര്യം ഇതിനകത്തുണ്ടെങ്കിൽ ഇത് പുറത്തുവിടാൻ പാടില്ല എന്ന് രേഖാമൂലം അവർ എഴുതി തരുന്നു. അതിനുശേഷം ബഹുമാനപ്പെട്ട അന്നത്തെ സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ അദ്ദേഹത്തിന്റെ കൃത്യമായ ഉത്തരവ്, ഒരു കാരണവശാലും ഇതിനകത്ത് ഒരു വരി പോലും പുറത്തുവിടാൻ പാടില്ല. എന്ത് തെറ്റാണ് ഞങ്ങൾ ചെയ്തത്? അതിനുശേഷം 4 വർഷം കഴിഞ്ഞപ്പോൾ ഒരാളിപ്പോഴത്തെ വിവരാവകാശ കമ്മീഷൻ സമീപിക്കുന്നു. വിവരാവകാശ കമ്മീഷൻ പറഞ്ഞു അതിനകത്ത് വ്യക്തിയെ മോശപ്പെടുത്തുന്ന ഭാഗം ഒഴിയെ കൊടുക്കണം. ആ ദിവസം തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല, കൊടുത്തു. ഹൈക്കോടതി പോയി സ്റ്റേ മേടിച്ചു. അത് ഹൈക്കോടതി പറഞ്ഞു കൊടുക്കണം, ഞങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞു കൊടുത്തു. പിന്നെ ഇതിനകത്തുള്ള പ്രശ്നം, സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറാണ് ഇതിന്റെ ഉത്തരവാദി. ഈ ഉത്തരവാദിത്തപ്പെട്ട കസ്റ്റോഡിയൻ അവരുടെ കയ്യിലിരിക്കുന്ന ഒരു കാര്യം സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു മന്ത്രി ചോദിച്ചു വാങ്ങാൻ പറ്റുന്ന പൊസിഷനല്ല ഈ വിഷയം നിൽക്കുന്നത്. ഇത് ബഹുമാനപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ ആദ്യം മനസ്സിലാക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പുറത്തുവിടാൻ പാടില്ല. ഇതിനകത്ത് ഒരു പേജ് പുറത്തു വിട്ടാൽ എന്തായിരുന്നു ഗവൺമെന്റ് സ്ഥിതി? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ ഗവൺമെന്റിന്റെ മുമ്പിൽ വിവരാവകാശ കമ്മീഷനും ജസ്റ്റിസ് ഹേമയും പറയുന്നു ഇത് പുറത്തുവിടരുത്. ഇത് അങ്ങനെ പറഞ്ഞ ഒരു കാര്യം ഞങ്ങൾ ഒരു പേജ് പുറത്തുവിട്ടാൽ, രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി പുറത്തുവിട്ട എന്തായിരുന്നു അവസ്ഥ? ഞങ്ങൾ നിയമം പാലിച്ചു, നിയമത്തെ വിശ്വസിക്കുന്നു. ഇപ്പോഴും ഞങ്ങൾ നിയമത്തെ വിശ്വസിക്കുന്നു. നിയമത്തിന്റെ വഴിക്ക് പോട്ട്, ഒരു സംശയം വേണ്ട. ആ നിയമാനുസൃതമുള്ള നടപടികൾ കൃത്യമായി പാലിച്ച് 2024 ആയപ്പോൾ ഇവിടെ ഇപ്പോൾ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് വന്നു. ഹൈക്കോടതി പറയുന്നു കൊടുത്തു. ഇനി ഏതെങ്കിലും ഭാഗം കൊടുക്കണോ? കോടതി പറഞ്ഞാൽ കൊടുക്കും. ഇപ്പൊ കോടതി പറഞ്ഞു എല്ലാം സീൽ ചെയ്തുകൊണ്ട് തരാം. ബഹുമാനപ്പെട്ട സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അത് കൊടുത്തേ പറ്റൂ. 10-ാം തീയതി കോടതി ഇത് കേൾക്കാണ്ടിരിക്കുകയാണ്. അപ്പൊ കോടതി പറയട്ടെ. ഇങ്ങനെ ഒരു സുതാര്യമായ ഒരു കാര്യം ഒരു ഗവൺമെന്റ് ചെയ്യുമ്പോൾ എത്ര മ്ലേച്ഛമായിട്ടാണ് ഈ കാര്യത്തിൽ ചില മാധ്യമം, ഒറ്റപ്പെട്ട മാധ്യമങ്ങളേ ഉള്ളൂ, നിങ്ങൾക്ക് റേറ്റിംഗ് കിട്ടാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞു, അതൊന്നും വിഷയമില്ല. പക്ഷേ ഒരു ഗവൺമെന്റിനെ മോശപ്പെടുത്താൻ നിങ്ങൾ എന്തിനാണ് ആയുധമാക്കുന്നത്? ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സിനിമയ്ക്ക് വേണ്ടി സഹായം ചെയ്തൊരു ഗവൺമെന്റ് ഇത്. 150 കോടി രൂപയുടെ പ്രവൃത്തിയാണ് ഇപ്പോൾ ചിത്രാഞ്ജലി നടക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ്, വി ഡി സതീശന്റെ പാർട്ടി ഭരിച്ചല്ലോ, 1 രൂപ സിനിമയ്ക്ക് വേണ്ടി കൊടുത്തോ? എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഇപ്പൊ ഞങ്ങളെ ഗവൺമെന്റിനെ മോശപ്പെടുത്തുമ്പോൾ അതിൽ 80 കോടി രൂപയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ പോയി സൈറ്റ് ഇൻസ്പെക്ട് ചെയ്യും. കേരളത്തിലെ ഏറ്റവും വലിയ ഷൂട്ടിംഗ് സെന്റർ വരാൻ പോകുന്നു ചിത്രാഞ്ജലി. എങ്ങനെ തകർന്നു കാണുന്ന ഒരു സ്ഥാപനമാണ്, നന്നാക്കി എടുത്തില്ലേ? 27 തിയേറ്ററുകൾ കേരളത്തിൽ വന്നു കഴിഞ്ഞു. പല തിയേറ്ററുകളും നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. ഇത്രയും തിയേറ്ററുകൾ, 10-15 തിയേറ്ററുകൾ പുതുതായിട്ട് പണിത സ്ക്രീനുകൾ കൊണ്ടുവന്ന ഒരു കാരണമുണ്ടോ? പെൺകുട്ടികളുടെ കാര്യത്തിൽ ഹേമ കമ്മിറ്റി പറഞ്ഞ ഏറ്റവും വലിയ നിർദ്ദേശമായിരുന്നു സ്ത്രീകൾക്ക് അവർക്ക് സിനിമ നിർമ്മിക്കാനുള്ള അവകാശം കൊടുക്കണം. 3 കോടി രൂപ കഴിഞ്ഞ 4 വർഷം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 4 സിനിമ ഇപ്പൊ ഇറങ്ങി, ഒന്നും ചെയ്തില്ല. പിന്നെ ഇത്ര ഹാർമണി ഈ മേഖല ഉണ്ടാക്കിയ ഒരു ഗവൺമെന്റ് ഉണ്ടോ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, വകുപ്പ് മന്ത്രി, ഞാനും ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം എല്ലാവരുമായി സംസാരിച്ചു ഹാർമണി ഉണ്ടാക്കാൻ വേണ്ടി. കാരണം പലതരത്തിലുള്ള തർക്കങ്ങൾ ഇവരുടെ ഉണ്ട്. പക്ഷെ അതെല്ലാം പരിഹരിച്ച് ഒറ്റക്കെട്ടായി പോകാൻ വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ചതിന്റെ ഫലമായി ഇന്ന് സിനിമാരംഗം വലിയ തരത്തിൽ മൂവ് ചെയ്തു. ആയിരക്കണക്കിന്. പിന്നെ ഈ പറയുന്ന കാര്യങ്ങളിൽ ഇവിടെ ഹേമ കമ്മിറ്റി പറഞ്ഞ നിർദ്ദേശങ്ങളിനകത്ത് വേതനം സംബന്ധിച്ചുള്ള പ്രശ്നമുണ്ട്. ഞങ്ങൾ ചർച്ച ചെയ്തു. ഞാൻ ബന്ധപ്പെട്ട പ്രൊഡ്യൂസേഴ്സിന്റെ മീറ്റിംഗിൽ ഞാൻ പറഞ്ഞവരോട് ശക്തമായി ഞങ്ങൾ പറഞ്ഞു, വേതനം സംബന്ധിച്ചിടത്തോളം കൃത്യമായി അവർക്ക് വേതനം കൊടുത്തേ പറ്റൂ, അതിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ തൊഴിലിടങ്ങളിൽ ഈ ടോയ്ലറ്റ് സംവിധാനം അതിപ്പോൾ ഉണ്ട്. അത് നേരത്തുള്ള കാര്യമാണ്. ഈ ടോയ്ലറ്റ് സംവിധാനം ഇല്ലെന്ന് പറഞ്ഞാൽ ഹേമ കമ്മിറ്റി പറഞ്ഞത് പിക്കാറിടത്തുണ്ട്, അത് ഉറപ്പാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ ഡ്രസ് ചേഞ്ചിങ് മുറികൾ ഉണ്ടാകണമെന്നുള്ള നിർദ്ദേശം വന്നു, അത് ഉറപ്പാക്കാൻ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞത് ഈ ജുഡീഷ്യൽ ട്രിബ്യൂണല് അതുപോലെ തന്നെ കുറ്റകരമായ പ്രവർത്തികൾ നിരോധിക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അത് നിയമപരമായ പ്രശ്നമാണ്. ആ നിയമപരമായ പ്രശ്നങ്ങൾക്കുള്ള കാര്യങ്ങൾ ഞങ്ങൾ നീങ്ങുന്നുണ്ട്. പിന്നെ ഒരൊറ്റ കാര്യം കൂടെ പറയാം. ഈ പറഞ്ഞിട്ടുള്ള 24 കാര്യങ്ങളിൽ ഭൂരിപക്ഷവും തത്വത്തിൽ നടപ്പാക്കി കഴിഞ്ഞു. ഭൂരിപക്ഷവും, ഒരു കാര്യമല്ല, ഭൂരിപക്ഷം നടപ്പാക്കി കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള നിയമപരമായ നിയമസഭയിൽ പാസ്സാക്കിയെടുക്കുന്ന നിയമം ഉൾപ്പെടെ ട്രിബ്യൂണലിന്റെ പ്രശ്നമടക്കം രാഷ്ട്രപതിയുടെ മുമ്പിലേക്ക് കൊണ്ട പ്രശ്നമടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്.
ആ കാര്യത്തിൽ ഗവൺമെന്റ് സ്റ്റെപ്പ് എടുത്തിട്ടുണ്ട്. ഈ റിപ്പോർട്ട് പുറത്ത് വിടുന്നതെന്നല്ല ഹേമ കമ്മിറ്റിയിലെ നിർദ്ദേശം, അത് ഈ വ്യക്തികളുടെ സ്വകാര്യത പുറത്തു പോരുന്നതാണ്. പക്ഷെ സർക്കാർ അതിനകത്ത് പ്രധാനപ്പെട്ട പേജുകളൊക്കെ മാറ്റിയിട്ടുണ്ട്. മന്ത്രി പറയുന്നതും ഈ മാറ്റുന്നതിൽ അങ്ങനെ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ്. ഒരു തെറ്റിദ്ധാരണയില്ലേ? നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനകത്ത് വളരെ വ്യക്തമായി അവർ പറയുന്ന ഭാഗം നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം. അത് കുറച്ച് ദിവസമായിട്ട് പറയണം. രഹസ്യ സ്വഭാവം നിലനിർത്തിയെടുത്ത തെളിവെടുപ്പിൽ സിനിമാ മേഖല നിരവധി വനിതകൾ അവർ നേരിട്ടുള്ള ലൈംഗിക അതിക്രമങ്ങളെയും പീഡനത്തെയും ഉപദ്രവത്തെയും സംബന്ധിച്ച് പല വിവരങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രസ്തുത സംഘങ്ങൾ താങ്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് സുപ്രീം കോടതിയുടെ വിധിന്യായങ്ങളും തത്വങ്ങളും അനുസരിച്ചുകൊണ്ട് എത്ര സംഗതികളെല്ലാം അതീവ രഹസ്യ സ്വഭാവത്തിൽ സൂക്ഷിക്കേണ്ടതാണ്. ഇതര വ്യക്തികൾക്ക് ഈ റിപ്പോർട്ടിൽ പറയുന്ന സംഗതികൾ സ്വാഭാവിക നടപടിക്രമത്തിന്റെ ഭാഗമായി കൈമാറുന്നത് മേൽ വിവരിച്ച നിബന്ധനയുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണം. ഈ വിഷയങ്ങളുടെ പ്രാധാന്യത്തെ സംബന്ധിച്ച് ബഹുമന്ത്രിയെ പ്രത്യേകമായി തന്നെ ഞാൻ നേരിട്ട് അറിയിക്കുന്നതാണ്. എന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നേരത്തെയുള്ള ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ഒരുപാട് വ്യാഖ്യാനങ്ങളിൽ അല്ലെങ്കിൽ നിയമപരമായ അവരുടെ അഭിപ്രായങ്ങളിൽ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, വ്യക്തിയെ ഹനിക്കുന്ന ഒരു കാര്യവും നിയമപരമായി പുറത്തുവിട്ട് നിൽക്കില്ല. അത് നിയമവിരുദ്ധമാണ്. ഇത് ഹേമ പറയുന്നു. അത് കഴിഞ്ഞിട്ട് അതിനേക്കാൾ ശക്തമായിട്ടാണ് ബഹുമാനപ്പെട്ട നമ്മുടെ മറ്റേ മുഖ്യവിവരാവകാശ കമ്മീഷൻ അന്നത്തെ വിൻസെന്റ് പോൾ പറഞ്ഞിരിക്കുന്നു, ഒരു കാരണവശാലും പുറത്തുവിടാൻ പാടില്ല. ഇപ്പൊ ജുഡീഷ്യൽ അധികാരമുള്ള ഒരു ബോഡി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാം എടുത്തിട്ട് ഞങ്ങൾ ഇതെല്ലാം കൊടുക്കണമെന്ന് പറയുന്നതിനോടാണ് ഞാൻ യോജിപ്പില്ലാത്തത്. എന്നാൽ ഗവൺമെന്റ് എല്ലാ അപ്പീലും ഉണ്ട്. ഒരാൾ അന്നേ പോയിരുന്നു, ആരും പോയില്ല. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ആക്ഷേപം ഉന്നയിക്കുന്ന അല്ലെ ഈ പരാതി പറയുന്ന ആളുകൾ ഒരാള് അന്നത്തെ വിവരാവകാശ കമ്മീഷന്റെ മുമ്പാകെ എന്താണ് അപ്പീൽ കൊടുക്കാൻ? അവർ കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ ആ വിവരാവകാശ കമ്മീഷൻ പുനർചിന്തനം നടത്തിയതിന് ഗവൺമെന്റിനോട് പറഞ്ഞേനെ. ഇപ്പൊ 2024 ഇപ്പൊ കൊടുത്തല്ലോ, അവർ പറഞ്ഞു കൊടുക്കണമെന്ന്. ഹൈക്കോടതിയിൽ പോയി സ്റ്റേ ചെയ്തു, വീണ്ടും ഹൈക്കോടതി പറഞ്ഞു കൊടുക്കാൻ. ഞങ്ങൾ കൊടുത്തു. ഗവൺമെന്റിന് അതൊന്നും മറച്ചു വെക്കാനെന്ന് പറഞ്ഞല്ലോ. ഗവൺമെന്റ് ഒന്നും മറച്ചു വെക്കാനില്ല. പക്ഷെ ഒരു ഇൻഡസ്ട്രിയെ തകർക്കുന്ന രൂപത്തിൽ ഒരു വ്യക്തിയുടെ ഏതെങ്കിലും തരത്തിൽ അവരെ ആക്ഷേപിക്കുന്ന രൂപത്തിൽ ഞങ്ങൾ ആയിട്ട് ഇത് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിയമം ഞങ്ങൾ പാലിക്കുന്നു.